അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു 11:05 കൊടിമരച്ചോട്ടിലേക്ക് പോകേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ അവരെല്ലാം പാട്ടുപാടി ഞങ്ങളെ വീണ്ടും സ്വീകരിച്ച്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 XMLA-മാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഓമല്ലൂർ ശങ്കരനുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോയി പാട്ടും പാടി കൊടിമരച്ചോട്ടിലെത്തി. അപ്പോൾ ആദ്യമായി അവിടെ നറുക്കല വെച്ചിട്ട് സമൃദ്ധമായ സദ്യ നിവേദ്യമാണ് ആദ്യം. ആ നിവേദ്യത്തിൽ ആദ്യം ചോറ് വിളമ്പണം എന്നോട് പറഞ്ഞു. ആ നിവേദ്യത്തിൽ ഞാൻ ചോറ് വിളമ്പി. മറ്റെൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ സന്യാസിവര്യന്മാരെല്ലാം ഉണ്ടായിരുന്നു, മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരും ഓരോ ഐറ്റം വിളമ്പി. എല്ലാവരും ചേർന്ന് നിവേദ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചടങ്ങ് കഴിയണമെങ്കിൽ 10 മിനിറ്റ് കൂടി എടുക്കുമെന്ന്. ആയിക്കോട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 11:20 ചടങ്ങെല്ലാം പൂർത്തീകരിച്ചു എന്ന് പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റ് സാമ്പദേവൻ പറഞ്ഞു. അതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റി ഒന്ന് കാണുന്നത് നല്ലതാണ്, ആദ്യമായി ചെല്ലുന്ന ക്ഷേത്രം. അപ്പോൾ അവർ തന്നെ കൂടെ ഒന്ന് മുന്നേ നടന്നു, എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു. അവസാനം പള്ളിയോടങ്ങൾ വന്നു ചേരുന്ന കടവിൽ പോയി. അവിടെ വന്ന പള്ളിയോടത്തെ സ്വീകരിച്ചു. അതിന് ശേഷം തിരിച്ച് പോകാൻ സമയമായപ്പോൾ അവർ പറഞ്ഞു, അത് പൂർത്തീകരിക്കണമെങ്കിൽ ഊട്ടുവരെ കയറി അവരുടെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, സമയം ഭക്ഷണം കഴിക്കാറായില്ല, എന്നാൽ അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി ഭക്ഷണം കഴിക്കണമെന്നോ. അപ്പം ഈ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ഭാരവാഹികളെല്ലാം ചേർന്ന് ഊട്ടുവരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഊട്ടുവരെ ചെന്ന് അവിടെ ചെല്ലും ഒരു 100-300 പേർക്ക് സദ്യ അവർ വിളമ്പാൻ ഇലയെല്ലാം നിരത്തി ഭക്ഷണ വിഭവങ്ങളെല്ലാം വെച്ചിരിക്കുക. അവിടെ കൊണ്ട് ഞങ്ങളെല്ലാം പിടിച്ചിരുത്തി. എന്നോടൊപ്പം ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ പേരും കയറിയിരുന്നു. ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും വന്നു. അപ്പോൾ എൻ്റെ കൂടെ 2 XMLA-മാർ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിം, അതുപോലെ ഓമല്ലൂർ ശങ്കരന്, പത്മകുമാർ, അജയന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാമെന്ന്. അപ്പോൾ അത് കൂടുതൽ ഇടയ്ക്ക് പ്രസാദം കയറി വിളമ്പാൻ കൂടി പിന്നെ മന്ത്രിയും. അത് ഒരു പുള്ളി വന്നപ്പോൾ കയറി ഒരു സൗഹൃദത്തിൻ്റെ രൂപത്തിൽ കൂടി എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനമോ ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്, ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്ത ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ഞങ്ങളാരും പോയില്ല, അവർ പറഞ്ഞതനുസരിച്ച്. കാരണം ഇത് സംഘാടകരെന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡൻറ്റും അതിൻ്റെ ഭാരവാഹികളും അവർ മുഴുവൻ പേരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതെല്ലാം. അവിടെ എവിടെയാണ് ആചാരലംഘനം? അപ്പോൾ ഇപ്പോൾ ഈ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായത് എങ്ങനെയാണ്? അതൊന്നും ആലോചിക്കേണ്ടതില്ല. നിശ്ചയമായും ആസൂത്രിതമായി ഇങ്ങനൊരു കത്ത് കൊടുക്കുന്നൊരു പ്രചരണം ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു 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 കുബുദ്ധി എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗർ. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ആരോട് ചോദിക്കാം. അത് തന്നെയല്ല, ഞാൻ പറയുന്നതിലപ്പുറം ഇന്നലെ ആ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാ ആചാരങ്ങളും പൂർത്തീകരിച്ചാണ് ഞാൻ സദ്യ വിളമ്പിയത്, അദ്ദേഹമാണ് വിളമ്പിയത് എന്നല്ല അദ്ദേഹം പറഞ്ഞു. ആ വാർത്ത മാത്രം മതി, പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതിലൊന്നും ചോദിക്കുന്നില്ല. അതെല്ലാം ചെയ്ത് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം പറയാം, പക്ഷേ ഈ ശബരിമല വിഷയത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടാത്തത് സർക്കാരിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്, സർക്കാർ അയാളെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ്. പ്രതിപക്ഷം എന്തെല്ലാം ആരോപണം പറഞ്ഞു. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക. യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ സർക്കാർ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞ് കോടതിയെ അപമാനിക്കലാണ്. ആദ്യം മുതൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ SIT-യെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷവും സമരം സംഘടിപ്പിച്ചത് കോടതിയോടുള്ള വിശ്വാസമില്ലായ്മയും അനാദരവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ കോടതിയെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും. നമ്മളെല്ലാം ജനാധിപത്യത്തിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പരസ്പരം ഏറ്റുമുട്ടാറില്ല. ഇവിടെ എല്ലാ അർത്ഥത്തിലും കോടതിയെ നമ്മൾ അംഗീകരിച്ചും ബഹുമാനിച്ചുമാണ് എപ്പോഴും പോവുക. ആ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു SIT ടീമിൻ്റെ അന്വേഷണം, ആ കാര്യത്തിൽ പ്രതിപക്ഷം ഈ രൂപത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന കോടതിയെ അപമാനിക്കലാണ്. അത് ഒരിക്കലും ചെയ്തുകൂടാന്ന് എൻ്റെ അഭിപ്രായം. കാരണം SIT-യെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടീമല്ലേ തീരുമാനിക്കുന്നത്. പ്രതിയെ കണ്ടെത്തി അതിൻ്റെ കൃത്യമായി ആരെന്ന് കണ്ടെത്തി എവിഡൻസോടുകൂടി അറസ്റ്റ് ചെയ്താൽ ചാടിപ്പോവാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലെല്ലാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചും ബഹുമാനപ്പെട്ട കോടതിയെ അപമാനിച്ചുമാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. UDF-ന്റെ മേഖലാ ജാഥകളുണ്ടല്ലോ, മേഖലാ യാത്രകളുണ്ട് പലയിടത്തും. അത് വിശ്വാസ സംരക്ഷണ യാത്ര, അത് വോട്ട് തട്ടാൻ വേണ്ടി അതിപ്പോൾ അവർക്ക്
പല രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഏതാണ്ട് ഒരു മൂന്നാം വരവൂടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന അന്തരീക്ഷം വന്നപ്പോൾ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സദ്യയുമായി ബന്ധപ്പെട്ട ആചാരലംഘനമുണ്ടായി എന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പള്ളിയോട സേവാ സംഘം പറഞ്ഞതനുസരിച്ചാണ് ഭക്ഷണം കഴിച്ചത്. 31 ദിവസത്തിന് ശേഷം തന്ത്രിക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കത്തെത്തിയെങ്കിൽ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് കുബുദ്ധികളുടെ ഗൂഢാലോചനയാണ് എന്നാണ് മന്ത്രി VN വാസവന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.